നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഹർജികൾ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. ഏപ്രിൽ 7 മുതൽ 22 വരെ തുടർച്ചയായി വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ്. അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും 3 ദിവസം വീതം വാദിക്കാം. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ എല്ലാ കക്ഷികളും മാർച്ച് 14 മുമ്പ് നിലപാട് എഴുതി നൽകണമെന്ന് കോടതി. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് വ്യക്തമാക്കാതെ സംസ്ഥാന സർക്കാർ. നിലപാട് അറിയിക്കാൻ സമയമുണ്ടല്ലോ എന്ന് മന്ത്രി പി രാജീവ്. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് തങ്ങളെന്നും മന്ത്രി. സർക്കാർ എതിർക്കണമെന്ന് ജി സുകുമാരൻ നായർ. തിരുത്തേണ്ടത് തിരുത്തണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നിലപാട് മാറ്റുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് പലരെയും ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചതെന്ന് വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ എന്തും ചെയ്യുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയെ ഇഡി ചോദ്യം ചെയ്തു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഇഡി നീക്കം. മൊഴി നൽകാൻ നടൻ ജയറാം നാളെ ഹാജരാകും. ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ മാത്രമേ ശബരിമല വിഷയം അവസാനിക്കുകയുള്ളൂ എന്ന് രാജീവ് ചന്ദ്രശേഖർ. ഗാസയിലും ലബനൻ സിറിയ അതിർത്തിയിലും ഇസ്രയേൽ വ്യോമാക്രമണം രൂക്ഷം. പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർക്കടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ആരോപിച്ച്. പശ്ചിമേഷ്യയിൽ സേനാവിന്യാസം ശക്തമാക്കി അമേരിക്ക. കടലിൽ സൈനികാഭ്യാസവുമായി ഇറാൻ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഇറാൻ ഉടൻ ചർച്ച നടത്തും. വിശദമായി നോക്കാം. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ഏപ്രിൽ 7 മുതൽ തുടർച്ചയായി വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചായിരിക്കും രാജ്യത്തെ മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുക. പുനഃപരിശോധനാ ഹർജികളെ കേന്ദ്രം പിന്തുണച്ചു. അതേസമയം ഇതുവരെ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തിരുന്നു എന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്ന 2018 വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. 7 വർഷത്തിന് ശേഷമാണ് ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 67 ഹർജികളാണുള്ളത്. മാർച്ച് 14 മുമ്പ് എല്ലാ കക്ഷികളും നിലപാട് എഴുതി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 9-അംഗ ബെഞ്ചിലെ അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് പിന്നീട് പ്രഖ്യാപിക്കും. 9-അംഗ ബെഞ്ച് ഏപ്രിൽ 7 വാദം തുടങ്ങും. ഏപ്രിൽ 7 മുതൽ 9 വരെ പുനഃപരിശോധനാ ഹർജിക്കാരുടെയും അവരെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെയും വാദം കേൾക്കും. 14 മുതൽ 16 വരെ എതിർക്കുന്നവരുടെ വാദവും കേൾക്കും. ഏപ്രിൽ 21 അധിക വാദമുണ്ടെങ്കിൽ സമർപ്പിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അമിക്കസ് ക്യൂറിയായ കെ പരമേശ്വരന് 21 വാദങ്ങൾ ഉന്നയിക്കാം. 9-അംഗ ബെഞ്ചിന്റെ വിധിക്ക് ശേഷം 5-അംഗ ബെഞ്ച് ഹർജികൾ പരിഗണിച്ച് അന്തിമ വിധി പുറപ്പെടുവിക്കും. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുനഃപരിശോധനാ ഹർജികളെ സംസ്ഥാന സർക്കാർ ഇതുവരെ എതിർക്കുകയായിരുന്നുവെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത കോടതിയെ അറിയിച്ചു. തന്ത്രിയുടെ അഭിഭാഷകൻ കൃഷ്ണകുമാർ സിംഗ് ആയിരിക്കും ഹർജിക്കാരുടെ നോഡൽ അഭിഭാഷകൻ. മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനം, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം, ഷിയ മുസ്ലിങ്ങളിലെ ദാവൂദി ബോറ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളിലെ ചേലാകർമ്മം തുടങ്ങിയവയിലെ പൊതു നിയമ പ്രശ്നങ്ങളാണ് 9-അംഗ ബെഞ്ച് പരിഗണിക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിലപാട് അറിയിക്കാൻ സമയമുണ്ടല്ലോ എന്ന് മന്ത്രി പി രാജീവ്. വളരെ സങ്കീർണകരമായ പ്രശ്നങ്ങളാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. അവധാനതയോടെ പരിശോധിച്ച് സർക്കാർ നിലപാടെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് തങ്ങളെന്നും വിശ്വാസത്തിനൊപ്പം മാത്രം നിൽക്കുമെന്നും മന്ത്രി. VS സർക്കാരിന്റെ കാലത്തെടുത്ത അതേ നിലപാടിൽ ഞങ്ങൾ പറഞ്ഞപ്പോ ഈ ഭാഗം അതിനകത്ത് പ്രധാനമായിരുന്നു. കാരണം ഇതൊക്കെയാണ് ഭരണഘടനാ തത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അഭിപ്രായം ഒരു വിദഗ്ധർ, നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ളവർ അത് പഠിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കോടതി പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കോടതി വീണ്ടും ഇതിലേക്ക് വന്നിരിക്കുകയാണ്.
ശബരിമല യുവതീ പ്രവേശനത്തിൽ മാർച്ച് 14 മുമ്പ് നിലപാട് അറിയിക്കണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ ജാഗ്രതയോടെ നീങ്ങാൻ സംസ്ഥാന സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അതീവ നിർണായക വിഷയത്തിൽ 1 മാസത്തിനുള്ളിൽ നിലപാട് വ്യക്തമാക്കുക എന്നത് സർക്കാരിനുണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. വിശ്വാസികൾക്കൊപ്പമാണെന്ന് ആവർത്തിക്കുമ്പോഴും സത്യവാങ്മൂലത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിൽ ഇപ്പോഴും സർക്കാരിന് വ്യക്തത വരുത്താൻ കഴിയുന്നില്ല. ഒരിക്കൽ കൈപ്പൊള്ളിയ വിഷയത്തിൽ കരുതലോടെ നീങ്ങുമ്പോഴാണ് സർക്കാരിനുമേൽ ഇടുത്തി പോലെ യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജി വരുന്നത്. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തി വിശ്വാസികൾക്കൊപ്പമെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനും പാർട്ടിക്കും അപ്രതീക്ഷിത ആഘാതമായി മാറുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ ഹർജി. അപ്പോഴും സത്യവാങ്മൂലത്തിലെ നിലപാട് തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാകുമെന്ന് കരുതി ആശ്വസിച്ചിരിക്കുകയായിരുന്നു സർക്കാർ. എന്നാൽ മാർച്ച് 14 മുമ്പ് തന്നെ നിലപാട് വ്യക്തമാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം സർക്കാരിനും പാർട്ടിക്കും ഉണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന സർക്കാർ ജാഗ്രതയോടെയാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നത് പോലും. സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. യുവതീ പ്രവേശനമാകാമെന്ന സത്യവാങ്മൂലത്തിലെ മുൻ നിലപാട് തിരുത്തണമെന്ന NSSഉം SNDPയും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവധാനതയോടെ ഇടപെടുക എന്നത് സർക്കാരിന് ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഇടതു സർക്കാരിനെ ആശ്ലേഷിച്ച് ഒപ്പം നിർത്തുന്ന NSSനെയും SNDPയെയും മറികടന്ന് മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPMന് ചിന്തിക്കാനാകില്ല. പടുത്തുയർത്തിയ നവോത്ഥാന മതിലുകൾ ചവിട്ടിമാറ്റി നിലനിൽപ്പ് രാഷ്ട്രീയത്തിനൊപ്പം അണിചേരാൻ CPM നിർബന്ധിതരാകുമോ? ഈ സമ്മർദ്ദം തന്നെയാണ് പ്രതിപക്ഷം ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോകുന്ന സർക്കാരും CPMഉം മാർച്ച് 14 സുപ്രീം കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശനത്തെ സർക്കാർ എതിർക്കണമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSS നിലപാടിൽ മാറ്റമില്ല, ആചാര സംരക്ഷണത്തിനായി സർക്കാർ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും G. സുകുമാരൻ നായർ. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തതിന്റെ പേരിൽ നിരപരാധികളായവർക്ക് നേരെയെടുത്ത കേസുകൾ ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണെന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു. ഞങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ അതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് തന്നെ പഴയ സ്ഥിതിയിൽ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്നത് കൊണ്ട് ഞങ്ങളതൊരു പ്രതീക്ഷയുണ്ട് അവരിൽ. ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ കേസിൽ നിന്ന് മുക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അവരോട്. എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, NSSൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞത്. സർക്കാർ യുവതീ പ്രവേശനത്തെ എതിർക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ശബരിമല വിധി നിരാശാജനകമായിരുന്നു, അയ്യപ്പ ഭക്തർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. വിധിയെ അനുകൂലിച്ച് പലരും ഇന്നും എതിർക്കുന്നു. യുവതീ പ്രവേശനം അനുവദിക്കാത്ത വിധി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ജനവികാരം മനസ്സിലാക്കി സർക്കാർ നിലപാട് തിരുത്തി. ഇനി എന്ത് ചെയ്യണമെന്ന് സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ആ വിധി ഉണ്ടായ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, വിധി നിരാശാജനകം. ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് അങ്ങേയറ്റം ദുഃഖിക്കുന്നു. സ്ത്രീ പ്രവേശനം പരമ്പരാഗതമായി അവിടെ ഇല്ലാത്ത ഒന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കേരള ഗവൺമെന്റ് എന്ത് പറയും, ബാക്കിയുള്ളവർ എന്ത് പറയുന്നു? ഈ വിധി വന്നപ്പോൾ അനുകൂലിച്ച പല ആളുകളുമാണ് ഇപ്പൊ അതിനെ എതിർത്ത് സംസാരിക്കുന്നുള്ള സത്യം കൂടെ നമ്മൾ ഓർക്കണം. എന്തുമാകട്ടെ, ഗവൺമെന്റിനായാലും ആരുടേതായാലും അഭിപ്രായങ്ങൾ പറയാനൊരു അവസരം ഇന്ന് കോടതി കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ച് ഒരു തീരുമാനം കോടതി എടുക്കട്ടെ. ശബരിമല യുവതീ പ്രവേശനത്തിൽ സമയം വരുമ്പോൾ നിലപാട് വ്യക്തമാക്കാമെന്ന് CPM. നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ U-ടേൺ എടുക്കുമെന്ന് BJP. ശബരിമല യുവതീ പ്രവേശനത്തിൽ ധൃതി പിടിച്ച് നിലപാടെടുക്കേണ്ടെന്നാണ് CPM നിലപാട്. സർക്കാർ എടുക്കുന്നതെല്ലാം പാർട്ടിയുടെ നിലപാട് ആവണമെന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് നിലപാടെടുക്കേണ്ട സമയമായിട്ടില്ല. നിലപാടെടുക്കുമ്പോഴേ പറയേണ്ടതായിട്ടുള്ളൂ.
ഇപ്പോൾ കോടതി തന്നെ ആയിട്ടില്ല, എന്തിനുവേണ്ടേ ഈ കോടതിൻ്റെ മുമ്പ് പറയാവുന്നത് എന്താണ് എന്ന് പറയാൻ? അതിന് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരട്ടെ. ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. അല്ല, അത് ഉടനെ തന്നെ ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളും. നിയമവകുപ്പ് മന്ത്രി അതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉടനെ തന്നെ അതിലൊരു വിഷയം എടുത്തു വരും. ഈ വിശ്വാസികളെ പരിഗണിക്കേണ്ടതിന് അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് നിലപാട് സ്വീകരിച്ചു വരും. എന്നാൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സത്യവാങ്മൂലം തിരുത്തിയില്ലെങ്കിൽ സർക്കാർ പറഞ്ഞതിലെ കാപട്യം പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത്. നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ യു-ടേൺ എടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ യു-ടേണും ഇനി അടുത്ത യു-ടേൺ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് യു-ടേൺ ചെയ്യും, ഇലക്ഷനാണ്, അവർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിൽ ഉൾപ്പെട്ട ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയെ ED ചോദ്യം ചെയ്തു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ED നീക്കം തുടങ്ങിയിട്ടുണ്ട്. മൊഴി നൽകാൻ നടൻ ജയറാം നാളെ ഹാജരാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുരാരി ബാബുവിനും ശ്രീകുമാറിനും പിന്നാലെയാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയെന്നാണ് ജയശ്രീയുടെ പേരിലുള്ള ആരോപണം. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. ബോർഡ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ജയശ്രീ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. കൂട്ടുപ്രതികളിൽ നിന്നും മറ്റ് ആരോപണ വിധേയരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയാൽ മതിയെന്നാണ് ED ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കേസിൽ മൊഴിയെടുക്കലിന്റെ ഭാഗമായി നടൻ ജയറാം അടുത്ത ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. അതിനിടെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് നഷ്ടമായത് 1 കിലോ 700 ഗ്രാം സ്വർണ്ണമാണെന്ന് SIT പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്. VSSCയുടെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് സംബന്ധിച്ച നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. നാഷണൽ ലാബിലെ പരിശോധനാ ഫലം കൂടി വന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുക. അമൃത ന്യൂസ്, കൊച്ചി. ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ മാത്രമേ ശബരിമല വിഷയം അവസാനിക്കുകയുള്ളൂ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ പിടികൂടണമെന്ന് മുഖ്യമന്ത്രിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ കേസ് CBIക്ക് കൈമാറുമായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അവസാനിക്കണമെങ്കിൽ ദേവസ്വം മന്ത്രി ജയിലിൽ പോകണം. കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്ന് മുഖ്യമന്ത്രിക്ക് താൽപര്യമില്ലെന്നും മുഖ്യമന്ത്രിക്ക് താൽപര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കേസ് CBI അന്വേഷണത്തിന് വിട്ടേനെ. 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെട്ട കേസ് SIT അന്വേഷിച്ചതുകൊണ്ട് മാത്രം തെളിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു പുണ്യ അമ്പലത്തിൽ പോയി 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യുന്നത് ഞങ്ങൾ ഒരു വീഴ്ചയായിട്ട് കാണുന്നില്ല. സാധാരണ മലയാളി അങ്ങനെ കാണുന്നില്ല. ഇത് കഴിഞ്ഞു തന്നെ പറഞ്ഞ് നടക്കുന്ന MV ഗോവിന്ദ മാഷോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കഴിയുന്ന എപ്പോഴറിയോ? ജയിലിൽ പോകുമ്പോൾ, ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോൾ. ദേവസ്വം മന്ത്രിന്റെ ഉത്തരവാദിത്തമായിരുന്നു അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ വോട്ട് നേടുന്നത്? 1-2 സീറ്റിൽ ജയിക്കാനല്ല, ഭരണത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് NDA ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സീറ്റ് വിഭജനത്തിൽ തർക്കമില്ല. തർക്കം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചു. ഞങ്ങളാരും ഇതൊരു തർക്കം പറയുന്നത് പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഉണ്ടായിട്ടില്ല. എല്ലാം നിങ്ങൾ കണ്ടെത്തുന്നതും നിങ്ങൾ തന്നെ പറയുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ആവശ്യകാര്യങ്ങളെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് പറയുന്നുണ്ട്, അത് കിട്ടുന്നു ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ പ്രശ്നമുണ്ടായിട്ട് എവിടെയെങ്കിലും ഒരു പ്രസ് കോൺഫറൻസിൽ ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. ഇത് മാധ്യമങ്ങൾ തന്നെ, ചില പ്രത്യേക മാധ്യമങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അതൊക്കെ വളച്ചൊടിക്കുന്നു. കൊച്ചിയിൽ NDA നേതൃക്യാമ്പിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു ക്യാമ്പ്. ക്യാമ്പിൽ വെച്ച് 2 പാർട്ടികൾ കൂടി NDA മുന്നണിയുടെ ഭാഗമായി. മുൻ MPയും MLAയുമായ ജോർജ് K. തോമസ് നേതൃത്വം നൽകുന്ന നാഷണൽ ഫാർമേഴ്സ് പാർട്ടി, ജനാധിപത്യ രാഷ്ട്രീയ സഭ എന്നിവയാണ് പുതിയ ഘടകകക്ഷികൾ. അമൃത ന്യൂസ്, കൊച്ചി. ഗാസയിലും ലെബനൻ സിറിയ അതിർത്തിയിലും ഇസ്രയേൽ വ്യോമാക്രമണം. ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവരടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് ഇസ്രയേൽ ആക്രമണം.
ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നുവെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥതയിലുണ്ടായ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം ലെബനനിൽ ആക്രമണം തുടരുകയാണ്. ഇന്ന് പുലർച്ചെയും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസ മുനമ്പിലുടനീളം ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ അടക്കം 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഹമാസ് ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധത്തിൽ തകർന്ന പ്രദേശം പുനർനിർമ്മിക്കുന്നതിന് ബോർഡ് ഓഫ് പീസ് $5 ബില്യൺ നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഖാലിദ് മുഹമ്മദ് അൽ അഹമ്മദ് എന്ന സിറിയൻ പൗരനാണെന്നാണ് ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരം. ലെബനിലെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് അംഗങ്ങളെ ലക്ഷ്യം വെച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പശ്ചിമേഷ്യയിൽ സേനാവിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. കടലിൽ സൈനികാഭ്യാസവുമായി ഇറാനുമുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഇറാൻ ഉടൻ ചർച്ച നടത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇറാൻ US ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അരാഗ്ചി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യമന്ത്രിക്കൊപ്പം ഇറാന്റെ ആണവ വിദഗ്ധരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചകൾക്ക് തൊട്ടുമുമ്പാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഇറാൻ നേരത്തെ സഹകരണം അവസാനിപ്പിച്ചിരുന്നു. പുതിയ കൂടിക്കാഴ്ച ഇറാൻ അമേരിക്ക ചർച്ചകളിൽ വഴിത്തിരിവായേക്കുമെന്നാണ് വിലയിരുത്തൽ. ജിദ്ദയിലെ ആരോഗ്യ മേഖലയ്ക്ക് പുതിയൊരു നാഴികക്കല്ലായി ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിന്റെ നവീകരിച്ച മൾട്ടി ഫെസിലിറ്റി ആശുപത്രി ജിദ്ദയിലെ നുസ്ക ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ആരോഗ്യരംഗത്ത് പതിറ്റാണ്ടുകളോട് വിശ്വസ്ത പാരമ്പര്യമുള്ള ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ നവീകരിച്ച മൾട്ടി ഫെസിലിറ്റി ഹോസ്പിറ്റൽ ജിദ്ദ നുസഹ ഡിസ്ട്രിക്റ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഭാഗികമായി ഉദ്ഘാടനം ചെയ്തു. ജിദ്ദ നാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ VP മുഹമ്മദ് അലി നാടമുറിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് VP മുഹമ്മദ് അലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തുടർന്ന് നടന്ന പരിപാടിയിൽ JNH എക്സിക്യൂട്ടീവ് ഡയറക്ടർ അലി മുഹമ്മദ് അലി ആമുഖ പ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ സാൽ അൽ സഹ്റാനി മുഖ്യപ്രഭാഷണം നടത്തി. താജ് പോളിക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ചെറി, ഡോക്ടർ ആദിൽ JNH എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുസ്താഖ് മുഹമ്മദ് അലി, ഫിനാൻസ് ഡയറക്ടർ അഷ്റഫ് മൊയ്തീൻ എന്നിവർ ആശംസകൾ നേർന്നു. അക്കാദമിക് ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ആമിന മുഹമ്മദ് അലി, എഞ്ചിനീയർ മുഹമ്മദ് നവീദ് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. അസിയാൻ സാർ ചടങ്ങിൽ അവതാരകയായിരുന്നു. പരിപാടിയിൽ JNH ഹോസ്പിറ്റലിന്റെ ചരിത്രവും വളർച്ചയും അവതരിപ്പിക്കുന്ന പ്രത്യേക വീഡിയോ പ്രദർശനവും നിരവധി പേരെ ആദരിക്കൽ ചടങ്ങും നടന്നു. JNH എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുസ്കാത്ത് മുഹമ്മദ് അലി സമാപന പ്രസംഗം നടത്തി. സുൽഫിഖ് റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ തങ്കവേലുവിന്റെ സ്മരണാർത്ഥം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ അത്യാധുനിക അമ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കുമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അലൂമിനി അസോസിയേഷൻ അറിയിച്ചു. തങ്കവേലു അമ്യൂണിറ്റി സെന്റർ എന്ന പേരിലായിരിക്കും കേന്ദ്രം അറിയപ്പെടുക. ഇതിനായി സംസ്ഥാന സർക്കാർ 30 സെന്റ് സ്ഥലം ക്യാമ്പസിനകത്ത് അനുവദിച്ചുവെന്നും ബന്ധപ്പെട്ടവർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 5 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ മൾട്ടി ലെവൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാനാണ് പദ്ധതി. ഡോക്ടർ സുഗുമലയിൽ കോശി, ഡോക്ടർ ജോൺ പണിക്കർ, ഡോക്ടർ MA മുഹമ്മദ്, ഡോക്ടർ തോമസ് മാത്യു, ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ എന്നിവരുൾപ്പെടെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കിങ് സൽമാൻ ഇഫ്താർ പദ്ധതി ഈ വർഷത്തെ വിശുദ്ധ റമദാൻ മാസത്തിൽ ഇസ്ലാമിക കാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന സീസണൽ പദ്ധതികൾ ഇസ്ലാമിക കാര്യ ഗൈഡൻസ് മന്ത്രി ഷൈഖ് ഡോക്ടർ അബ്ദുല്ല ലത്തീഫ് അലു ഷൈഖ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി ലോകരാജ്യങ്ങളിൽ 22 ലക്ഷം മുസ്ഹഫ് കോപ്പികളും വിശുദ്ധ ഖുർആൻ വിവർത്തനങ്ങളും വിതരണം ചെയ്യും. കിങ് സൽമാൻ ഈത്തപ്പഴ വിതരണ പദ്ധതിക്ക് കീഴിൽ ഇത്തവണത്തെ റമദാനിൽ 1000 ടൺ ഈത്തപ്പഴം വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷത്തേക്കാൾ 300 ടൺ കൂടുതലാണിത്. ഈ വർഷം 18 പുതിയ രാജ്യങ്ങൾ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ ഇന്ധനമോഷണം നടത്തി വിൽപ്പന നടത്തിവരുന്ന 7 അംഗ സംഘത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. റൗദാദത്തൻ എണ്ണപ്പാടത്ത്
എണ്ണപ്പാടത്ത് നിന്ന് ഡീസൽ മോഷ്ടിച്ച് അബ്ദാലി സബ്രിയ പ്രദേശങ്ങളിലെ കരിഞ്ചന്ത വ്യാപാരികൾക്ക് വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായിട്ടുള്ളത്. മോഷണ വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ ലഭിച്ച പണവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നതോ ബന്ധപ്പെട്ടതോ ആയി മറ്റുള്ളവരെ കണ്ടെത്തുന്നതിന് സുരക്ഷാ ഏജൻസികൾ അന്വേഷണം തുടരുകയാണ്. പ്രതികൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികാരികൾ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്നും 13 കിലോഗ്രാം തൂക്കം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നം പിടിച്ചെടുത്തു. കുവൈറ്റ് എയർവേസ് മാത്രം പ്രവർത്തിക്കുന്ന ടെർമിനൽ 4 നിന്നാണ് നിരോധിത ഉൽപ്പന്നം പിടിച്ചെടുത്തത്. ഒരു സ്വകാര്യ കമ്പനിയുടെ കസ്റ്റംസ് ബ്രോക്കറായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പിടിയിലായത്. ഡൽഹിയിൽ നിന്നും എത്തിയ യാത്രക്കാരനായിരുന്നു ഇയാൾ. കസ്റ്റംസ് പരിശോധനയ്ക്കിടെ ഇയാളുടെ സ്വകാര്യ ലഗേജിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പുകയില കണ്ടെത്തിയത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കുവൈറ്റിൽ സ്വർണം, വിലപിടിപ്പുള്ള വജ്രാഭരണങ്ങൾ എന്നിവ വാങ്ങുന്ന ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വർണ്ണക്കടകളിൽ പ്രത്യേക ഫോം പൂരിപ്പിച്ച് നൽകണം. വ്യാപാര വ്യവസായ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ നടപടി. ഇത് പ്രകാരം 3000 ദിനാറിൽ അധികമുള്ള ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കൾ യഥാർത്ഥ ഗുണഭോക്താവിനെ വെളിപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ കടകളിൽ പ്രത്യേക ഫോമിൽ പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. 3000 ദിനാറിന് മുകളിലുള്ള ഇടപാടുകൾക്കാണ് പുതിയ നടപടി ബാധകമാക്കിയിട്ടുള്ളത്. എങ്കിലും ചില സ്ഥാപനങ്ങൾ ചെറിയ തുകയുടെ ഇടപാടുകൾക്ക് പോലും നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താവിന്റെ സിവിൽ ID പ്രകാരമുള്ള പേര്, ദേശീയത, താമസവിലാസം, ഫോൺ നമ്പർ, ജോലി, വരുമാന സ്രോതസ് എന്നീ വിവരങ്ങൾക്ക് പുറമെ സ്വർണം വാങ്ങുന്നതിന്റെ ഉദ്ദേശവും യഥാർത്ഥ ഗുണഭോക്താവിന്റെ വിവരങ്ങളും ഫോമിൽ പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകണം. 3000 ദിനാറിൽ അധികം മൂല്യമുള്ള സ്വർണം ക്യാഷ് ഇടപാട് വഴി നടത്തുന്നതിനും വാണിജ്യ മന്ത്രാലയം നേരത്തെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നിയന്ത്രണങ്ങൾ വന്നിട്ടുള്ളത്. റമദാൻ മാസത്തിൽ ഷാർജയിലെ റോഡുകളിൽ ട്രക്കുകൾക്കുള്ള ഗതാഗത സമയം പ്രഖ്യാപിച്ചു. ഷാർജ നഗരത്തിലെ റോഡുകളിൽ ട്രക്ക് ഗതാഗതം രാവിലെ 6:30 മുതൽ രാവിലെ 10 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ രാത്രി 8 വരെയും നിരോധിക്കും. അൽദൈദ് റോഡിലും സമാനമായ സമയക്രമം തുടരും. എമിറേറ്റ്സ് റോഡിൽ രാവിലെ 6:30 മുതൽ രാവിലെ 10 മണി വരെ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. ദുബായിൽ നിന്നും ഷാർജയിലേക്കുള്ള എമിറേറ്റ്സ് റോഡിൽ ഇന്റർസെക്ഷൻ 7 വരെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ ഭാരവാഹനങ്ങൾ ഓടുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ അർദ്ധരാത്രി മുതൽ പുലർച്ചെ 5:30 വരെ ട്രക്കുകൾക്ക് നിയന്ത്രണമുണ്ടാകും. ഷാർജ പോലീസുമായി സഹകരിച്ച് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഈ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. റമദാൻ മാസം ആദ്യ ദിവസം മുതൽ പുതുക്കിയ സമയക്രമം നിലവിൽ വരും. ഡൽഹിയിൽ ഫെബ്രുവരി 19, 20 തീയതികളിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് 2026 സൗദി അറേബ്യ പങ്കെടുക്കും. സൗദി ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് സൗദി ഈ ആഗോള ഉച്ചകോടിയിൽ പങ്കുചേരുന്നത്. ജനങ്ങൾ ഗ്രഹം പുരോഗതി എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ഉച്ചകോടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നിർമ്മിത ബുദ്ധി വഴി സമൂഹത്തെ ശാക്തീകരിക്കുക, AI സുരക്ഷ ഉറപ്പാക്കുക, വിഭവങ്ങൾ എല്ലാവരിലേക്കും തുല്യമായി എത്തിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ആഗോള നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും, ചർച്ച നടത്തും. UAEയുടെ റോയൽ ഫോട്ടോഗ്രാഫർ എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ രമേശ് ശുക്ല അന്തരിച്ചു. 87 വയസ്സായിരുന്നു. 1971 ഡിസംബർ 2 വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികൾ യൂണിയൻ രേഖയിൽ ഒപ്പിടുന്ന ചരിത്ര നിമിഷം ക്യാമറയിൽ പകർത്തിയത് രമേശ് ശുക്ലയാണ്. ഈ ചിത്രമാണ് പിന്നീട് സ്പിരിറ്റ് ഓഫ് ദി യൂണിയൻ എന്ന പേരിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക ലോഗോ ആയത്. 1965 തന്റെ 20-ാം വയസ്സിൽ രമേശ് ശുക്ല UAEയിലെത്തിയത്. UAE രാഷ്ട്രപിതാവ് അന്തരിച്ച ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ രാഷ്ട്ര രൂപീകരണ കരാറിൽ ഒപ്പുവെക്കുന്ന രമേശ് ശുക്ല പകർത്തിയ ചിത്രം UAEയുടെ കറൻസി നോട്ടുകളിലും സ്റ്റാമ്പുകളിലുമൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. ശിവരാത്രി ആഘോഷങ്ങളിൽ ഭക്തിസാന്ദ്രമായി കൊല്ലം അമൃതപുരി. പ്രത്യേക പൂജകൾ, ഭജനകൾ, ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയ പരിപാടികളോടെയാണ് അമൃതപുരിയിൽ ശിവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ആശ്രമ പരിസരം മുഴുവൻ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തോടെ ആത്മീയ അന്തരീക്ഷം നിറഞ്ഞു നിന്നു. മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ലളിതാ സഹസ്രനാമ ജപവും മൃത്യുഞ്ജയ ഹോമവും നടന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തർക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്തരും ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്തു. പ്രധാന ഭജന ഹാളിൽ നടന്ന പ്രത്യേക ധ്യാനത്തിനും ഭജനയ്ക്കും വിശ്വശാന്തി പ്രാർത്ഥനകൾക്കും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി നേതൃത്വം നൽകി. ആത്മനിയന്ത്രണം, ത്യാഗം, ഉണർവ് എന്നീ മൂല്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ഏവർക്കും സാധിക്കട്ടെയെന്നും സർവ്വചരാചരങ്ങളിലുമുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന മനസ്സോടെ ജീവിക്കാൻ ഈശ്വരകൃപ ഉണ്ടാകട്ടെയെന്നും
അമ്മ ആശംസകൾ നേർന്നു. രാത്രി മുഴുവൻ നീണ്ടുനിന്ന ഭജനകളും പ്രാർത്ഥനകളും. ആത്മീയ ചൈതന്യവും സമാധാന സന്ദേശവും പകർന്ന മഹാശിവരാത്രി ആഘോഷങ്ങൾ അമൃതപുരിയിൽ ലളിതാ സഹസ്രനാമ അർച്ചനയോടെ സമാപിച്ചു. प्रथमं लोकं त्रिवारं प्रदक्षिणं करिष्यति तस्मै दास्यति. അമൃത ന്യൂസ്, കൊല്ലം. യഥാർത്ഥ ഉണർവെന്നത് കേവലം ശാരീരികമല്ലെന്നും അത് ആന്തരികമായ ബോധമാണെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ ഉറങ്ങാതെ കണ്ണ് തുറന്നിരിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ചിന്തയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടായിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നതെന്നും ഈ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറുന്നതെന്നും ശിവരാത്രി സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. സത്യത്തിലേക്ക് നമ്മൾ ഉയർന്ന് ഏറ്റവും മംഗളകരമായ രാത്രിയാണ് ശിവരാത്രി. എന്നാൽ ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി അനുഷ്ഠിക്കാനും അനുഭവിക്കാനുമുള്ളതാണ് ശിവരാത്രി. ലോക ജീവിത യാത്രയിലും ആധ്യാത്മിക യാത്രയിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട അനേക മൂല്യങ്ങളെക്കുറിച്ച് ശിവരാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാത്തിലും ഉപരി പരമമായ സത്യത്തിലേക്ക് ശിവനിലേക്ക് ഉയരാനുള്ള ആഹ്വാനമാണ് ശിവരാത്രി. മനുഷ്യ മനസ്സും ഇന്ദ്രിയങ്ങളും സാധാരണയായി ലോകവിഷയങ്ങളിലും ഭൗതിക കാര്യങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ബഹിർമുഖമാണ്. മനസ്സാകട്ടെ സദാ ചിന്താകർഷമാണ്. അങ്ങനെയുള്ള മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒരു ദിവസമെങ്കിലും പൂർണ്ണമായി ഈശ്വരസ്മരണയിലും ഈശ്വര ആരാധനയിലും നിർത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഈശ്വരൻ എന്നും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണർന്നിരിപ്പുണ്ട്. നമ്മൾ നല്ല ഉറക്കത്തിലാണെന്ന് മാത്രം. അതുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം നമുക്കറിയാൻ കഴിയുന്നില്ല. ഈ ഉറക്കത്തെ കാണുന്ന സ്വപ്നം പോലെയാണ് നമ്മുടെ മിക്ക ജീവിതാനുഭവങ്ങളും. അതിനൊരു അവസാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈശ്വരന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു ത്യാഗം പോലെ നമുക്ക് ഉണർന്നിരിക്കാൻ ശ്രമിക്കണം. ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ ഉറങ്ങാതെ കണ്ണു തുറന്ന് ഇരിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്തയെക്കുറിച്ചും വാക്കിനെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടായിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഈ ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അജ്ഞാനം മാറുന്നത്. ഇരുട്ടെന്നത് എടുത്തു മാറ്റാൻ പറ്റുന്നൊരു വസ്തുവല്ല. പ്രകാശം കൊണ്ടുവന്ന ഇരുട്ടില്ലാതാകാം. അതുപോലെ നമ്മൾ ബോധം കൊണ്ടുമ്പോൾ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് മാറുന്നു. ശിവരാത്രി നൽകുന്ന ആത്മനിയന്ത്രണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉണർവിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അഷ്ടമൂർത്തികളിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ നടന്നിരിക്കുന്ന ഭഗവാനെ സർവ്വചരാചരങ്ങളിലും ദർശിച്ച് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഉണർവിലേക്ക് വരാൻ കൃപ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോബിൻ സിംഗ് നേതൃത്വം നൽകുന്ന ദുബായിലെ കായിക പരിശീലന സ്ഥാപനമായ റോബിൻ സ്പോർട്സ് റിലേഷൻസ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. 1ാം സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥിയുടെ മുഴുവൻ പരിശീലന ചെലവും ഏറ്റെടുക്കുന്ന വിധമാണ് സ്കോളർഷിപ്പ്. ദുബൈ രാജകുടുംബാംഗം ഷെയ്ഖ് അലി ബിൻ റാഷിദ് അലി സയ്യിദ് അൽ മക്തൂമാണ് സ്കോളർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തത്. വിവിധ എമിറേറ്റുകളിൽ നടത്തിയ പരീക്ഷകളിൽ ഷാർജ ഡൽഹി പ്രൈവറ്റ് സ്കൂളിലെ ലോകേഷ് റെഡ്ഡി 1ാം സ്ഥാനം നേടി. ദുബായ് ജെംസ് മോഡൽ അക്കാദമിയിലെ അദ്വൈ ഘോഷ് 2ാമതെത്തി. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് റോബിൻ സിംഗ്, ചന്ദർ പോൾ, ദബാശിഷ് മൊഹന്തി, ടി കുമാരൻ എന്നീ താരങ്ങൾ നേരിട്ട് പരിശീലനം നൽകും. അടുത്ത വർഷത്തേക്കുള്ള സ്കോളർഷിപ്പിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി സ്ഥാപനം അറിയിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.